ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് ശബരിമലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മകരജ്യോതി ദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ള 10 പോയിന്റുകളിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. മകരവിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്ക് മകരവിളക്ക് ദർശിക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് 10 പോയിന്റുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പാണ്ടിത്താവളവും അനുബന്ധ പ്രദേശങ്ങളുമായി 10 പോയിന്റുകളാണ് ബാരിക്കേഡ് കെട്ടി വൈദ്യുത സംവിധാനങ്ങളൊക്കെ പ്രത്യേകം സജ്ജീകരിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ പോലീസും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്. അന്നദാനത്തിന് പുറമെ ഇത്തവണ ആദ്യമായി ജനുവരി 14, 15 തീയതികളിൽ 3 നേരവും ഭക്തർക്കായി പ്രത്യേക ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം ഭക്തർക്ക് ഇത് പ്രയോജനപ്പെടും. ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക്, ഇന്നും നാളെയുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് 3 നേരവും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 നേരവും ആദ്യമായി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഏതാണ്ട് 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ 6 നേരമായി ഭക്ഷണം കഴിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി PK ശേഖർ ബാബുവുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തർക്കുള്ള ലഘുഭക്ഷണമായി 80 ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ എത്തും. ഇതോടൊപ്പം ഇടതടവില്ലാതെ ചുക്കുവെള്ളവും ഭക്തർക്കായി നൽകും. തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മന്ത്രി നമ്മുടെ ശേഖർ റാവു മിനിസ്റ്റർ, അദ്ദേഹം ഇവിടുത്തെ അയ്യപ്പൻ്റെ ഒരു പരമഭക്തൻ കൂടിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് 80 ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ അദ്ദേഹം നമുക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് എത്തിച്ചു തന്നു. ശബരി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ശശി ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ലൈസൻസ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. അത് ഞങ്ങൾ സ്വീകരിച്ചവരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പാണ്ടിത്താവളത്തും അനുബന്ധ പ്രദേശങ്ങളിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബിസ്ക്കറ്റും ചുക്കുവെള്ളവും യഥേഷ്ടം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മകരവിളക്ക് ദിനമായ നാളെ പുലർച്ചെ 2:15 നട തുറക്കും. 2:46 നെയ്യഭിഷേകം നടത്തി മകരസംക്രമ പൂജ നടത്തും. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തേങ്ങ കൊണ്ടാണ് അഭിഷേകം നടത്തുക. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 5:15 അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. തുടർന്ന് ദേവസ്വം അധികൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കും. തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരവിളക്കിന്റെ പിറ്റേ ദിവസമായ ജനുവരി 16 50,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് സൗകര്യമൊരുക്കും. 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ 60,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാം. ജനുവരി 16 മുതൽ സ്പോട്ട് ബുക്കിംഗും അനുവദിക്കും. ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ജനുവരി 21 രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം. തുടർന്ന് നട അടയ്ക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.